ഇങ്ങനെ പറയാം, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ ഇറങ്ങുന്ന സിനിമകൾക്കുണ്ടാകുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ഇപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല പറയാൻ പറ്റിയത് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ പലപ്പോഴും ആദ്യം തന്നെ പ്രതീക്ഷയോടെ ഉണ്ടാകുന്ന റിസൾട്ട് പിന്നീട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസങ്ങളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പേടി തട്ടിയിട്ടുണ്ടോ? പേടി തട്ടിയെന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ഷോയില് നമ്മുടെ ആൾക്കാര്, നമ്മുടെ ക്രൂ, അങ്ങനെയാണല്ലോ എല്ലാവരും നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ സിനിമ കാണുന്നത്. അതിന്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ഒരിക്കലും അതൊരു ഫേക്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ പോസിറ്റീവ് വൈബിലാണ് നമ്മൾ എപ്പോഴും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതും നമ്മൾ പടത്തിനെ പറ്റി പറയുന്നതും എല്ലാം. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഇന്നൊന്ന് പ്രിപ്പയർഡ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വിഷ്ണു ഒക്കെ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. എന്താണ് ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത്. ഇപ്പോ കേരളത്തിലെ അങ്ങോട്ടുള്ള തിയേറ്റേഴ്സിൽ നിന്ന് ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങളിലേക്ക് എത്തിയത്. സിനിമ അത്യാവശ്യം എന്നല്ല, നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നെയും വിഷ്ണുവിനെയും അല്ലെങ്കിൽ പുതിയ ഇപ്പൊ ഈ സംവിധായകരടക്കം എന്ന് പറയുകയാണ് ഒരു ക്ലീൻ എന്റർടൈനർ. കാരണം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് തമാശയ്ക്ക് തമാശയുണ്ട്, നല്ല രീതിയിൽ തമാശയുണ്ട്. അത് കോമഡിയാണ് ഇതിന്റെ ബേസ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ പാട്ടുണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലീൻ എന്റർടൈനർ ആണ് അപൂർവതന്മാർ എന്നുള്ളതാണ് ടോട്ടൽ. ഇപ്പൊ കേരളത്തിൽ ഇതുവരെ ഈ വൈകുന്നേരം ഞാൻ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കോൾ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലായിടത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ട്. ഈ PK സിനിമ സംസാരിച്ച ഇതേ വിഷയം തന്നെയായിരുന്നു, അമീർ ഖാന്റെ. അപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു മതവിഭാഗത്തിനെടുത്ത് അങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ ആ ഒരു മതവിഭാഗത്തിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ ആ ഒരു മതവിഭാഗം തന്നെ ചൂസ് ചെയ്യാൻ കാരണം? ക്യാമറമാൻ ഷിൻഡോ ഞാന് ആക്ച്വലി നിങ്ങൾ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോ ഈ സബ്ജക്റ്റ് ആദ്യം കേട്ട സമയത്ത് എനിക്കൊരു ഭയമുണ്ട്. ഞാൻ ഈ സബ്ജക്റ്റ് ആദ്യം വായിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വർക്കാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം ആദ്യം എടുത്തു. പിന്നീട് ഞാൻ ഈ സബ്ജക്റ്റ് ഈ പ്രത്യേക മതവിഭാഗത്തിലുള്ള മുന്തിയ ആൾക്കാരോട് പോയി ഡിസ്കസ് ചെയ്തു. അവിടുത്തെ ഈ പ്രത്യേക മതവിഭാഗത്തിലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളോട് ഞാൻ ഡിസ്കസ് ചെയ്ത ശേഷം അവർക്കും ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളോട് എതിർപ്പുള്ള ആളുകളുണ്ട് ഇവരുടെ ഇടയിൽ. അപ്പൊ അവിടെ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളത് കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ ഈ പടം ചെയ്യുന്നത്. ഒരിക്കലും ഞാനും വിശ്വാസിയാണ്, എനിക്കും വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളൊരു വിശ്വാസത്തിൽ ഇകഴ്ത്തി കളയണമെന്നില്ല. ഇതിലെ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ആളുകള്, പിന്നെ അതുപോലെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ പേരിലാണ് പിന്നീട് ഞാൻ ഈ പടം ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്ത് വരാനും ഇടയായത്.